ഇന്ത്യയിലുടനീളം സ്ഫോടനമായാലും മറ്റ് പ്രതിഷേധങ്ങളായാലും എന്തുണ്ടായാലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായാലും മലയാളികളുടെ സാന്നിധ്യം ഉറപ്പാണ്. അത് ദാ ഇവിടെയും ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയുടെ നഗരഹൃദയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം അരങ്ങേറുകയും അത് ആദ്യം സമാധാനപരമായായിരുന്നു ആ പ്രതിഷേധം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിൽ സമീപനം പാലിച്ച് അത് വലിയ സംഘർഷത്തിലേക്കൊന്നും പോയില്ല. അതിനിടയിലാണ് ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ചിലർ മാവോയിസ്റ്റ് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് പോലീസിനെ ആക്രമിക്കുകയും പോലീസിനെതിരെ പെപ്പർ സ്പ്രേ അടക്കമുള്ളവ ഉപയോഗിക്കുകയും ചെയ്തത്. ഇതിൽ 2 മലയാളികളുമുണ്ട്. ഒരു മലപ്പുറം സ്വദേശിയും ഒരു തൃശൂർ സ്വദേശിയും. അവർ വാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? മാവോയിസ്റ്റിന് വേണ്ടിയായിരുന്നു. വായു മലിനീകരണം എന്ന വിഷയം ചൂണ്ടിക്കാട്ടി അവിടെ സമരം നടത്താൻ അനുവാദം വാങ്ങുകയും പിന്നീട് ഓന്ത് നിറം മാറുന്നത് പോലെ തന്നെ ഒരു മാവോയിസ്റ്റ് ചിന്തയിലേക്ക് പോവുകയും 2 ആഴ്ച മുമ്പ് സൈനികരുടെ വെടിയേറ്റ് മരിച്ച ഒരു മാവോയിസ്റ്റ് നേതാവിന്റെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. ഇതിൽ ചിലരെല്ലാം JNU വിദ്യാർത്ഥികളാണ്. നമുക്ക് JNUവിനെ കുറിച്ച് അറിയാം. ഇപ്പോൾ ചില മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും കനയ്യകുമാർ അടക്കമുള്ളവർ രാജ്യദ്രോഹ പ്രസ്താവനകൾ നടത്തുകയും രാജ്യത്തെ വെട്ടിമുറിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരിടമാണല്ലോ JNU. അവിടെയുള്ള ഇത്തരം നക്സലൈറ്റ് സ്വഭാവമുള്ളവർ, മാവോയിസ്റ്റ് സ്വഭാവമുള്ളവർ തന്നെയാണ് ഇന്നലെ ഡൽഹിയിലും ഈ മുദ്രാവാക്യം വിളിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം തന്നെ ഈ പ്രതികളെ മുഴുവൻ പിടികൂടാനും അതോടൊപ്പം തന്നെ അവരെ കോടതിയിലൂടെ മുന്നിൽ ഹാജരാക്കി അകത്താക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ മാവോയിസ്റ്റുകളായാലും ജിഹാദി പ്രവർത്തനങ്ങളായാലും സ്ഫോടനങ്ങളായാലും IS ആയാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും കേരളത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇത് കേരളത്തിൽ ജാഗ്രത പുലർത്താത്ത സർക്കാരിന്റെ എല്ലാം പിടിപ്പുകേടുകൾ തന്നെയാണ്. ഇത്തരം ജിഹാദികളും നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി വിവിധ തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ സാധാരണക്കാരായ മലയാളികളെയല്ലേ ബാധിക്കുക? തൊഴിൽ തേടി എത്ര മലയാളികളാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? അവരെ ബാധിക്കില്ലേ? അവിടുത്തെ സാധാരണക്കാർ ചിന്തിക്കും, മലയാളികൾക്ക് ജോലി നൽകുമ്പോൾ ഇത്തരം നക്സലൈറ്റുകളും ജിഹാദികളുമാണോ എന്നൊരു സംശയം അവരെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളല്ലേ ഇപ്പോൾ നാം ഇവിടെ കാണുന്നത്. മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അറിയാം, അത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണല്ലോ. ആ നിലപാട് എന്താണ്? വരുന്ന മാർച്ച് 31 മുൻപ് തന്നെ ഇന്ത്യയിൽ നിന്ന് ഉടനീളം തന്നെ ഈ ചുവപ്പ് ഭീകരത മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി അവിടെ വികസനം കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലാണല്ലോ ഇവരുടെ പ്രവർത്തനം. മാവോയിസ്റ്റുകൾക്ക് പ്രവർത്തിക്കാം, അവർക്ക് ശരിയായ രീതിയിൽ ഇപ്പോൾ ഏതെല്ലാം പാർട്ടികൾ പ്രവർത്തിക്കുന്നു കേരളത്തിൽ തന്നെ പരിശോധിച്ചാൽ അറിയാം. SDP അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെ. ഭീകരവാദ സംഘടന കാരണം അവരോടൊപ്പം പ്രവർത്തിച്ച ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ എവിടെയാണ് കിടക്കുന്നത്? തിഹാർ ജയിലിലല്ലേ. അതെന്താണ്? ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയം പേറുന്ന രാഷ്ട്രീയ രൂപമാണല്ലോ SDP. അപ്പോൾ അവർക്ക് ഉൾപ്പെടെ പ്രവർത്തിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാവോയിസ്റ്റുകൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി നിങ്ങൾ ജനാധിപത്യ രീതിയിലേക്ക് വരൂ. നമുക്ക് ബീഹാർ പരിശോധിച്ച് നോക്കാമല്ലോ. ബീഹാറിൽ ഒരു കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനമായിരുന്ന CPML, അത് വലിയ രീതിയിൽ തന്നെ ആയുധങ്ങളിലൂടെയായിരുന്നു അവരുടെ വളർച്ച. ഇന്ന് അവർ മാറി അവിടെ നിന്നും ജനാധിപത്യ രീതിയിലേക്ക് മാറുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10-ലധികം സീറ്റുകൾ ലഭിക്കുന്നു. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 2 സീറ്റുകൾ ലഭിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജനാധിപത്യ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാം. അല്ലാത്ത പക്ഷം ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിച്ച് ഇന്ത്യയുടെ സൈനികരെ കൊല്ലുന്ന രീതി, അതോടൊപ്പം തന്നെ സാധാരണക്കാരെ കൊല്ലുന്ന രീതി. സാധാരണക്കാരെ കൊല്ലുന്നത് എന്തിനാണ്? ഈ മാവോയിസ്റ്റുകൾ വരും, ഞങ്ങളുടെ വിവരങ്ങൾ ഇന്ത്യയിലെ അധികൃതർക്ക്, പട്ടാളക്കാർക്ക്, പോലീസിന്, ഭരണാധികാരികൾക്ക് ചോർത്തി നൽകി എന്നൊരു ആരോപണം ഉന്നയിച്ച് അവരെ കൊലപ്പെടുത്തുകയാണ്. വേറെ ഇതിൽ ചോദ്യവും ഉത്തരവും ഒന്നുമില്ല. ആരോപിക്കുന്നു, കൊലപ്പെടുത്തുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് പോയില്ലേ. അതുകൊണ്ട് തന്നെ ആദിവാസി മേഖലകളിൽ നിങ്ങളെ അടുപ്പിക്കാതെ ആ വിഭാഗം, നിങ്ങളെ ഒരു കാലത്ത് പിന്തുണച്ചിരുന്ന വിഭാഗം ഇന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത്. ആ പ്രദേശങ്ങളിലേക്ക് വികസനം വരാനും വിദ്യാഭ്യാസം വരാനും നിങ്ങൾ ഒരു തടയിടുകയല്ലേ. റോഡുകൾ നിർമ്മിക്കുകയാണെങ്കിൽ അന്ന് തന്നെ കുത്തിപ്പൊളിക്കും. ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങളുമായി അവിടുത്തെ ഗ്രാമീണർക്കെതിരെ ഇടയിൽ അധികൃതർ എത്തുകയാണെങ്കിൽ, ഭരണകൂടത്തിന്റെ അധികൃതർ എത്തുകയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തും.
അവരെ തോക്കും മുനയിൽ നിർത്തും. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് ഇല്ലായ്മ ചെയ്യുമെന്ന് അത് സർക്കാരിന്റെ നിലപാടാണല്ലോ. അതുപോലെ തന്നെ മറ്റൊരു കണക്കുണ്ട്. ഈ അതിർത്തിയിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ സൈനികർ ഈ രാജ്യത്തിനുള്ളിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളെ ഇനി വച്ചു പൊറുപ്പിക്കാൻ കഴിയില്ലെന്ന പ്രഖ്യാപിത നിലപാടോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഈ രാജ്യത്തിന്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ചില മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുമ്പോൾ അവരുടെ ചിത്രങ്ങളും ഉയർത്തി ഡൽഹിയിൽ കലാപത്തിന് വരികയാണ് ശ്രമമെങ്കിൽ അവരെ പാഠം പഠിപ്പിക്കാനുള്ള കഴിവ് ഇന്ന് ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ഇന്ന് 23 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം നടക്കും. ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അതോടൊപ്പം തന്നെ മാവോയിസ്റ്റോ മറ്റ് നക്സൽ പ്രസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്ഥിരമായി താമസിക്കേണ്ടി വരും, ജയിലിനുള്ളിൽ. അത് നാം പൗരത്വ ഭേദഗതിയുമായി കണ്ടല്ലോ. പൗരത്വ ഭേദഗതി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് ഡൽഹിയിൽ ഉടനീളം കലാപമുണ്ടാക്കിയില്ലേ? 40-ലധികം പേരല്ലേ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ചവർ എവിടെയാണ്? ഡൽഹി കലാപം കഴിഞ്ഞു, വർഷങ്ങൾ കഴിയുകയല്ലേ. അവർ സൂര്യവെളിച്ചം കാണുന്നുണ്ടോ? വെളിച്ചം കാണാത്ത കാരാഗൃഹത്തിൽ അടച്ചില്ലേ? ആ ഗതി തന്നെയായിരിക്കും ഇത്തരം ആളുകൾക്കും. വിദ്യാർത്ഥികളെന്ന് ചമഞ്ഞ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ചെയ്യാമെന്നാണോ ധാരണ? അപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? പുറത്തു നിന്ന് വന്ന ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ മ്യാൻമാറികൾക്കും പാകിസ്ഥാനികൾക്കും മാത്രം ഇന്ത്യയിൽ ജീവിച്ചാൽ മതിയോ? ഇവിടെയുള്ള സാധാരണക്കാരൻ, പട്ടിണിക്കാരൻ, പാവപ്പെട്ടവൻ, ദളിതനും പിന്നോക്കരും അടക്കമുള്ള ജനവിഭാഗത്തിന് ഇവിടെ ജീവിക്കണ്ടേ? അവരുടെ ഇടയിലേക്കാണല്ലോ ഇവർ നുഴഞ്ഞു കയറി. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ആസാമും ബംഗാളും. അവിടെയുള്ള സാധാരണക്കാർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി ആധാർ കാർഡ് അടക്കമുള്ളവ സ്വന്തമാക്കി രാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കുകയല്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രമായിരുന്ന കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ബംഗാളിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? അവിടെ ദാരിദ്ര്യവും പട്ടിണിയുമല്ലേ? അവിടെയാണല്ലോ വലിയ രീതിയിൽ മോഷണങ്ങൾ നടക്കുന്നത്, ഇപ്പോൾ പീഡനങ്ങൾ നടക്കുന്നത്. പക്ഷെ ആ സർക്കാരിനെ താഴെ ഇറക്കാൻ ജനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ഇത്തരം ബംഗ്ലാദേശികളും മ്യാൻമാറികളും അതോടൊപ്പം തന്നെ മറ്റു നുഴഞ്ഞുകയറ്റക്കാരും ആ സംസ്ഥാനത്ത് കയറി ഈ ആധാർ സ്വന്തമാക്കി ആ സർക്കാരിനെ നിർത്തുകയാണ്. കാരണം ഇവർക്ക് അവിടെ കഴിയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവർ ആ പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എന്തായാലും കോടതിയും കൃത്യമായ ശിക്ഷ നൽകുന്നതിന് തെളിവാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്.